പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സെക്ഷൻ തുടങ്ങി വെക്കാൻ പോവുകയാണ്. മോഡേൺ ഫിസിക്സ്, അതായത് +2 ഫിസിക്സിലെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റംസ്, ദെൻ ന്യൂക്ലിയസ്, ഈ 3 ചാപ്റ്ററുകൾ ചേർന്നതാണ് മോഡേൺ ഫിസിക്സ്. ഈ 3 ചാപ്റ്ററുകളും കേവലം 11 ക്ലാസ്സുകൾ കൊണ്ട് കംപ്ലീറ്റ് കൺസെപ്റ്റ് ഒന്നുപോലും വിടില്ല ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതാണ്. കംപ്ലീറ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴേ എൻട്രൻസ് ലെവൽ പ്രോബ്ലംസ് കൂടെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ പുസ്തകം എടുത്തു വയ്ക്കുക, പേന എടുത്തു വയ്ക്കുക, നല്ല നല്ല ലെക്ചർ നോട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ബെസ്റ്റ് ലെക്ചർ നോട്ടുകൾ എഴുതുക. എന്നിട്ട് പരീക്ഷയുടെ സമയങ്ങളിൽ ഇതേ നോട്ടുകൾ നിങ്ങൾ റെഫർ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി. എങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ 01. എങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഈ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാനും നിങ്ങളും ഈ മാർക്കറും ബോർഡും എല്ലാം മാറ്ററാണ്. പക്ഷെ ആ മാറ്ററിനുള്ള നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ്. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇലക്ട്രോൺസിനെയാണ്. അതുപോലെ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ആ വരുന്ന ലൈറ്റിനെയാണ്. ഓക്കെ, ശരി. എങ്കിൽ ഈ ചാപ്റ്റർ പറയുന്നു ഈ ഇലക്ട്രോൺസിന് 2 നേച്ചർ ഉണ്ട്. പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അതുപോലെ ഈ ലൈറ്റിനും 2 നേച്ചർ ഉണ്ട്. പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. ഇനി എന്താണ് പാർട്ടിക്കിൾ നേച്ചർ? പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളെ ഇടിച്ച് തെറിപ്പിക്കാനായിട്ടുള്ള കഴിവാണെന്ത്? പാർട്ടിക്കിൾ നേച്ചർ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം ഇമ്പാർട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ്. ഇടിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ മൊമെന്റം അങ്ങോട്ടേക്ക് കൊടുത്തു. സോ മൊമെന്റം പൊസസ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് പറയുന്നു? പാർട്ടിക്കിൾസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി വേവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവ് ലെങ്ത് പൊസസ് ചെയ്യുന്നവര്. വേവ്സ് ആരാണ്? വേവ് ലെങ്ത് പൊസസ് ചെയ്യുന്നവര്, അതല്ലെങ്കിൽ ഫ്രീക്വൻസി പൊസസ് ചെയ്യുന്നവര്, അവരാണെന്ത്? വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നിലവിൽ നമുക്കറിയാം ഇലക്ട്രോൺസ് പാർട്ടിക്കിൾസ് ആണ്, അവർ കൊളിഷനിലൊക്കെ ഏർപ്പെടാറുണ്ട്. പക്ഷെ ഈ ചാപ്റ്റർ പറയണത് ഇലക്ട്രോൺസിനൊരു വേവ് നേച്ചർ ഉണ്ടെന്നാണ്. വേവ് നേച്ചർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് വേണം. ഇലക്ട്രോണിന് ചുറ്റും വേവ്സ് ഉണ്ടെന്നാണ് ഈ ചാപ്റ്റർ പറയണത്. ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഈ കാര്യം നമുക്ക് ഇതുവരെ അറിയില്ല. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ അവസാനം പഠിക്കും ഒരു എക്സ്പെരിമെന്റിലൂടെ, ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റിലൂടെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമ്മൾ പഠിക്കും. ഓക്കെ. ഇനി ലൈറ്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലേ, ലൈറ്റിന് വേവ് നേച്ചർ നമുക്കറിയാം. ലൈറ്റിന് വേവ് ലെങ്ത് ഫ്രീക്വൻസി ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ചാപ്റ്റർ പറയുന്നു ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന്. ലൈറ്റിന് സാധനങ്ങൾ ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റുന്നു. അങ്ങനെയാ? ഈ മാർക്കറിക്കൊക്കെ ലൈറ്റ് അടിച്ച് മാർക്കർ തെറിച്ചു പോകും? അത് തെറിക്കില്ല. പക്ഷെ നമ്മൾ കാണും ചില സാധനങ്ങളെ ഇന്ന് ലൈറ്റ് ഇടിച്ച് തെറിപ്പിക്കും. അതായത് ലൈറ്റ് എന്ത് കാണിക്കുന്നു? പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നു. അത് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലൂടെയാണ്. യെസ്, ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലൂടെയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ കാര്യം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, ശരി. എങ്കിലും ഇത് വായിക്കാം. നിങ്ങളൊക്കെ എഴുതിയെടുത്തു. യെസ്. സോ നല്ല നല്ല നോട്ടുകൾ ഉണ്ടാക്കി വെക്കൂ. ബെസ്റ്റ് നോട്ടുകൾ ഉണ്ടാക്കി വെക്കൂ. ഒന്നും മിസ് ചെയ്യരുത്. മാക്സിമം നല്ല ലെക്ചർ നോട്ടുകൾ ഉണ്ടാക്കൂ. എങ്കിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ അറിയേണ്ട ഒരാളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മാറ്ററിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് ആരാ? ഇലക്ട്രോൺസ് ആണ്. അതുപോലെ ഇങ്ങനെ ഒരു ടോർച്ചിൽ നിന്നും ലൈറ്റ് വരുമ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയണത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിൻ്റെ പേര് ഫോട്ടോൺസ്. ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടിക്കിൾസ് അസോസിയേറ്റഡ് വിത്ത് ലൈറ്റ്. സോ ഈ ഫോട്ടോൺസിനെ കുറിച്ച്
കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരു 5 പോയിന്റ്സ്. അതിനുശേഷം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലേക്ക് പോകാം. ഓക്കെ, ശരി. സോ എന്നോടൊപ്പം എഴുതിയെടുത്തോളൂ. ദ വെരി ഫസ്റ്റ് പോയിന്റ്, ആരാണ് ഫോട്ടോൺസ്? ദേ ആർ എനർജി പാക്കറ്റ്സ്. ഓക്കെ, വേറെ പേരെന്താണ് അവരുടെ? ഓർ യു ക്യാൻ കോൾഡ് ക്വാണ്ട. ഓക്കെ, ക്വാണ്ട. വേറെയും പേര് വേണം, നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാം, വേവ് പാക്കറ്റ്സ്. ഓക്കെ, അതായത് ഒരു ടോർച്ചിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കുറേ പാക്കറ്റ്സ് ഓഫ് എനർജികളുണ്ട്, അല്ലെങ്കിൽ കുറേ ക്വാണ്ടകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അവരെയാണ് നമ്മൾ വിളിക്കുന്നത് ഫോട്ടോൺസ് എന്ന്. ലൈറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഫോട്ടോൺസ്. മനസ്സിലായി? ശരി, ഒരു പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. ശരി, രണ്ടാമത്തെ പോയിന്റ്, റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺസ് ഇക്വൽ ടു 0. ഫോട്ടോൺസിന്റെ റെസ്റ്റ് മാസ് എത്രയാ? 0. ഫോട്ടോൺസിന് മാസ് ഇല്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, ദേ ആർ ന്യൂട്രൽ ഇൻ നേച്ചർ. അവർക്ക് ചാർജ് ഇല്ല, ചാർജ്ലെസ് ആണ്, ന്യൂട്രൽ ആണ് അവർ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എഴുതി വച്ചോളൂ, എന്നോടൊപ്പം എഴുതിക്കോളൂ, ശ്രദ്ധിക്കൂ. ഓൺ ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, energy of photons do not increase, but total number of photons coming out will increases. Very important point, very important point, very important point. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഫീല് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ തൽക്കാലം പറഞ്ഞ കാര്യം ഞാൻ ഇവിടേക്ക് ഒന്ന് എഴുതാം. മുകളിലത്തെ പോയിന്റ്സ് എഴുതിയെടുത്തു, അത് മാച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ പോയിന്റിനെ. ഓക്കെ, ശരി. ഓക്കെ, ശ്രദ്ധിക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ 2 ബൾബുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ 2 ബൾബുകൾ, രണ്ടും യെല്ലോ ബൾബുകളാണ്. ഓക്കെ, 2 യെല്ലോ ബൾബുകളുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി കൂട്ടുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാട്ട്സ് കൂട്ടുന്നു. ഇതൊരു 50 വാട്ട്സ് ആണെങ്കിൽ ഇത് എത്രയാണ്? ഒരു 100 വാട്ട്സ് ആണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് എന്താ പറയണത്? ഓൺ ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി, വാട്ട്സ് കൂട്ടിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺസ് ഡു നോട്ട് ഇൻക്രീസ്. ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫോട്ടോൺസിന്റെ എനർജി കൂടില്ല. വെരി ഇമ്പോർട്ടൻറ്റ്, എനർജി ഇൻക്രീസ് ചെയ്യില്ല. ഇൻക്രീസ് നോ. ഓക്കെ, എനർജിയിൽ ഇൻക്രീസ് വരില്ല. പിന്നെ എന്താ കൂടുക? ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കമ്മിങ് ഔട്ട് ഇൻക്രീസസ്. അതായത് ഇവിടെ 1 2 3 4 5 വന്നെങ്കിലോ ഇവിടെ എത്ര എണ്ണം വരും? 2 3 4 5 6 7 8 9 10. കുറേ. മനസ്സിലായി? ഓൺ ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, എനർജി ഓഫ് ഫോട്ടോൺ ഇൻക്രീസ് ചെയ്യില്ല. പിന്നെ എന്താ കൂടുക? ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കമ്മിങ് ഔട്ട് വിൽ ഇൻക്രീസ്. മനസ്സിലായി? വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഫീല് നിങ്ങൾക്ക് കിട്ടും അടുത്ത ക്ലാസ്സിൽ. കാത്തിരിക്കൂ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വീണ്ടും പറയാണ്. ഓക്കെ, ശരി, എങ്കിൽ ഇത് മാറ്റാം. ഒരു പോയിന്റും കൂടെ, അല്ല 2 പോയിന്റും കൂടെ. ഓക്കെ, സോ 5th പോയിന്റ് ഇതാണ്. 5th പോയിന്റ്, എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു h ന്യൂ, അല്ലെങ്കിൽ HF എന്ന് എഴുതിക്കോളൂ. HF എളുപ്പത്തിന്. ഓക്കെ, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. അതിനൊരു വാല്യൂ ഉണ്ട്, 6.626 into 10 to the power minus 34 joule second. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്.
അതായത് ഇങ്ങനെ ഒരു ബൾബിൽ നിന്നും ഗ്രീൻ ലൈറ്റ് വരുന്നു. ഇതിൻ്റെ ഉള്ളിലെ ഇതിൽ നിന്ന് വരുന്ന ഫോട്ടോൺസിന്റെ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു HF. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനെ ഈ ലൈറ്റിന്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ. അതായത് ഈ ഒരു കേസിൽ ഫോട്ടോണിന്റെ എനർജി എന്തായിരിക്കും? H ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് ഗ്രീൻ ലൈറ്റ്. ഇനിയിപ്പോൾ ഇവിടെ മഞ്ഞ ലൈറ്റ് ആണെങ്കിലോ യെല്ലോ ആണെങ്കിലോ എനർജി എന്തായിരിക്കും? E ഈസ് ഈക്വൽ ടു H ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് യെല്ലോ ലൈറ്റ്. ഓക്കെ, ഫോട്ടോൺസിന്റെ എനർജി എപ്പോഴാണ് മാറണത്? കളറ് മാറുമ്പോൾ. ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫ്രീക്വൻസി മാറില്ല. ഇന്റൻസിറ്റി കൂടുമ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യില്ല, ടോട്ടൽ നമ്പറേ മാറുള്ളൂ. എനർജി മാറണമെങ്കിൽ ആര് മാറണം? കളറ് മാറണം, അതായത് ഫ്രീക്വൻസി മാറണം. ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി മാറണം. പറഞ്ഞ കാര്യം മനസ്സിലായി? വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ ലാസ്റ്റ് പോയിന്റ് കൂടെ എഴുതാം. ഒക്കെ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് ഫോട്ടോൺ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇതന്നെയാണ് ഫോട്ടോണിന്റെ വെലോസിറ്റി. ലൈറ്റിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. സോ ഫോട്ടോൺസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, എല്ലാം എഴുതിയെടുത്തു. ശരി, വെരി ഗുഡ്. ഓക്കെ, സോ ഫോട്ടോൺസിനെ കുറിച്ച് മനസ്സിലായെങ്കിൽ നമുക്ക് പഠിക്കാം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. 1920 സർ ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയ ഒരു പരിപാടിയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അദ്ദേഹമാണിത് കണ്ടുപിടിച്ചത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഡിസ്കസ് ചെയ്യാം. സിമ്പിളായിട്ട് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: വെൻ ലൈറ്റ് റേഡിയേഷൻസ് ഓഫ് suitable ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി എന്ന് എഴുതാം. suitable energy fall on a metal surface, electrons are ejected out. This phenomena is called photoelectric effect. എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് റേഡിയേഷൻ വന്നിടിക്കുമ്പോൾ, എങ്ങനത്തെ ലൈറ്റ് റേഡിയേഷൻ? സ്യൂട്ടബിൾ ഫ്രീക്വൻസി ലൈറ്റ് റേഡിയേഷൻ വന്നിടിക്കുമ്പോൾ ഇതിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ചാടുന്നു. ഈ ഫിനോമിനയെ പറയുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പറഞ്ഞ കാര്യം മനസ്സിലായി? മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നു. എപ്പോൾ? ലൈറ്റ് റേഡിയേഷൻ വന്നിടിക്കുമ്പോൾ. എല്ലാ ലൈറ്റ് റേഡിയേഷനും ഇടിപ്പിക്കില്ല, എല്ലാ ലൈറ്റ് റേഡിയേഷനും ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ചാടിപ്പിക്കില്ല. ചില സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ളത് മാത്രം. ഇലക്ട്രോൺസിനെ ലൈറ്റ് ഇടിച്ച് തെറിപ്പിച്ചു. യെസ്, അതുതന്നെയാണ് പറഞ്ഞത്. ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിനുള്ള എക്സാമ്പിളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഇടിക്കുന്നു, ഇലക്ട്രോൺസ് തെറിക്കുന്നു, മൊമെന്റം ഇമ്പാർട്ട് ചെയ്തു, ഇടിച്ചു തെറിപ്പിച്ചു. നേരത്തെ കണ്ടില്ലേ? അതുപോലെ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. പറഞ്ഞ കാര്യം വ്യക്തമാണ്. വെരി ഗുഡ്. സോ ഇനി നമുക്കിതിനെ ഒന്ന് ആഴത്തിൽ പഠിക്കണം. ശരി, എങ്കിൽ നമുക്ക് നോക്കാം. ഇലക്ട്രോൺസ് എപ്പോഴാണ് ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരിക? അല്ലെങ്കിൽ മെറ്റൽ സർഫസിൽ നിന്ന്. ഇതൊരു മെറ്റലാണ്, ഇതിലെന്തുണ്ട്? ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ്. മെറ്റലിൽ ഫ്രീ ഇലക്ട്രോൺസ് നമുക്കറിയാം. ഈ ഇലക്ട്രോൺസ് മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരും? അത് വരില്ല. അതെന്തുകൊണ്ടാണ് വരാത്തത്? ഇലക്ട്രോൺസിനെ ഇതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസുകൾ, പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസുകൾ പിടിച്ചു വെച്ചേക്കാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഇലക്ട്രോൺ പിടിച്ചോളൂ. ഈ ഇലക്ട്രോണെ ന്യൂക്ലിയസുകൾ പിടിച്ചു വെച്ചേക്കുന്ന എനർജി 100 ജൂൾ ആണെന്ന് വിചാരിക്കൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്കൊരു 101 ജൂൾ കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? ഈ 101 ജൂളിൽ നിന്നും 100 ജൂൾ എടുത്ത് ഇലക്ട്രോൺ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരും. ഇനി പുറത്തേക്കൊന്നും ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുമോ? ഇല്ല. ബാക്കി 1 ജൂൾ ഉണ്ടല്ലോ, ആ ജൂൾ എടുത്തിട്ട് ബാക്കി 1 ജൂളിനെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റിയിട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? 12 mv². ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഓടിപ്പോവും.
പറഞ്ഞ കാര്യം മനസ്സിലായി? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ ഓക്കെ ശരി. ഇനി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്ന എനർജി, ഇവിടെ 101 ജൂൾ കൊടുത്തില്ലേ, അതെങ്ങനെയൊക്കെ ആവാം? ഒന്നുകിൽ നിങ്ങൾക്ക് ലൈറ്റ് കൊടുക്കാം, ലൈറ്റ് കൊടുത്ത് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫിനോമിനെ വിളിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹീറ്റ് കൊടുക്കാം. ശ്രദ്ധിക്കൂ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കൂ, ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഹീറ്റ് കൊടുത്തിട്ടാണ് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നു തെർമയോണിക് എമിഷൻ. ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിനെ, ഹീറ്റ് കൊടുത്ത് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്നു തെർമയോൺസ്. ഓക്കെ ശരി. ഇനി ഹീറ്റ് മാത്രമാണ് കൊടുക്കാൻ പറ്റില്ല, വേറൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഫീൽഡ് കൊടുക്കാം. ഫീൽഡ്, ഈ മെറ്റൽ പ്ലേറ്റിനടുത്തേക്ക് എന്ത് കൊടുക്കാം? നല്ല ശക്തമായിട്ടുള്ള ഫീൽഡ് കൊടുക്കുക. ഗംഭീര ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ പിടിച്ച് അട്രാക്ട് ചെയ്യും. അതായത് ഫീൽഡ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കാം. എന്ത് ഫീൽഡാ? ഇലക്ട്രിക് ഫീൽഡ് വഴി. ഓക്കെ, ഫീൽഡ് വഴി ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്നു ഫീൽഡ് എമിഷൻ. എന്നോടൊപ്പം എഴുതിയെടുക്കൂ, ഫീൽഡ് എമിഷൻ. ഓക്കെ, മനസ്സിലാകുന്നു? ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് വഴിയും എടുക്കാം. പിന്നെ പറഞ്ഞില്ലേ, ലൈറ്റ് വഴി ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കുന്ന പരിപാടി, മനോഹരമായ പരിപാടി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസ്, ലൈറ്റ് കൊണ്ട് ഇടിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്നു ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, എഴുതിയെടുക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഡിസ്കഷൻ ഇതിനെ കുറിച്ചാണ് കേട്ടോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മനസ്സിലായി? ശരി, മാറ്റാം. ഓക്കെ ശരി. സോ നമുക്കിനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ലൈറ്റിനെ ഇടിപ്പിച്ചുകൊണ്ട് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കുന്ന പരിപാടിയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മനസ്സിലായി? സോ ഈ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഈ പറഞ്ഞ കഥ, ഇതിൽ നിന്നും നമുക്ക് ഐൻസ്റ്റീൻ എഴുതിയ അതേ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് എഴുതാം. ഇതിന്നോ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ഇതിൽ നിന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ഇത്രേ ഉള്ളൂ കാര്യം. ഈ ഒന്നുണ്ടല്ലോ, 1 ഈസ് ഈക്വൽ ടു 101 - 100 അല്ലേ? യെസ് ആണ്, അതാണ്, അത് ശരിയാണ്. ഓക്കെ, ഇനി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പുറത്തേക്ക് വന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി. സോ ഇൻസ്റ്റെഡ് ഓഫ് 1 ഐ ക്യാൻ റൈറ്റ് കൈനറ്റിക് എനർജി ദാറ്റ്സ് ഈക്വൽ ടു 101 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കൊടുത്ത റേഡിയേഷൻ്റെ എനർജി, ഞാൻ കൊടുത്ത ലൈറ്റിന്റെ എനർജി ഇ എന്ന് എഴുതാം. മൈനസ് ഇനി 100 എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിനെ ഇവിടെ പിടിച്ചു വച്ചേക്കണ എനർജി, അതിനെ ഞാൻ ഫൈ എന്ന് വിളിക്കുന്നു. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ. മനസ്സിലായി? ഇത് തന്നെയാണ് എന്ത്? ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ, പുറത്തേക്ക് വന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൊടുത്ത എനർജിയിൽ നിന്നും ഇലക്ട്രോൺസിനെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്ന എനർജി മൈനസ് ചെയ്തതാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഈ ഫൈനൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫൈ എന്ന ഈ ടൈമിനെ ഒന്ന് പരിചയപ്പെടാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ എഴുതാം. ഫൈ എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്ക് ഫംഗ്ഷൻ. ഫൈയുടെ പേരെന്താണ്? വർക്ക് ഫംഗ്ഷൻ. അതിന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മിനിമം എനർജി required to eject an electron from a metal surface. ശ്രദ്ധിക്കൂ. ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. അതായത് ഇലക്ട്രോൺസിനെ ഓടിപ്പിക്കണ്ട, ജസ്റ്റ് ഇവിടേക്ക് എത്തിച്ചാൽ മതി എന്ന് വിചാരിക്കുക. നിങ്ങൾ എത്ര ജൂൾ കൊടുക്കണം? 100 കൊടുക്കണം. ഇവിടെ എത്ര എനർജിയാണ് പിടിച്ചു വെച്ചേക്കണത് അത്രയും തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ജസ്റ്റ് പുറത്തേക്ക് വരും. മനസ്സിലായി? യെസ്, ഇലക്ട്രോൺസിനെ മെറ്റൽ സർഫസിൽ നിന്നും ജസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ നിങ്ങൾ എത്ര എനർജി കൊടുക്കണം? ആ എനർജിയാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. മനസ്സിലായി? വെരി ഗുഡ്. സോ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു ഈ കൊടുത്ത എനർജി എന്താ?
കൊടുത്ത എനർജി ആദ്യം ഇത്രയായിരുന്നു 101 അല്ലെ. 101 പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോണിൻ്റെ എനർജി എങ്ങനെ എഴുതാം? HF എന്ന് എഴുതാം. മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? കൊടുക്കേണ്ട മിനിമം എനർജി. മിനിമം നിങ്ങൾക്ക് ഇവിടെ 100 കൊടുക്കേണ്ടി വരിക അല്ലേ? മിനിമം എനർജി ഇലക്ട്രോൺ ജസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ, അതാണ് വർക്ക് ഫംഗ്ഷൻ. സോ ഈ എനർജി എന്തിൻ്റെ ഫോമിലാണ് കൊടുക്കുന്നത്? ലൈറ്റിൻ്റെ ഫോമിൽ. സോ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ടു കൊടുക്കുന്ന ലൈറ്റിൻ്റെ എനർജിയാണ്. ലൈറ്റിൻ്റെ എനർജി എന്താ? HF ആണ്. സോ ഈ മിനിമം എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. സോ വർക്ക് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? HF0 എന്ന് എഴുതാം. F0 വെരി ഇമ്പോർട്ടൻറ്റ്, ഡിസ്കസ് ചെയ്യണം. സോ ഇത് ഇക്വേഷൻ എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു HF മൈനസ് HF0. HF0 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ഇനി F0 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. F0 എന്ന് പറഞ്ഞാൽ ആരാണ്? F0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസി. വെരി ഇമ്പോർട്ടൻറ്റ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി. നിങ്ങൾ കൊടുക്കുന്ന മിനിമം എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി, അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് required to eject an electron from metal surface. മിനിമം ഈ ഒരു ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഇടിപ്പിച്ചാലേ ഇലക്ട്രോൺസ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുള്ളൂ. ആ മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. പറഞ്ഞ കാര്യം മനസ്സിലായി? കൂടുതൽ ഫ്രീക്വൻസി ഇടിപ്പിച്ചാലോ ഇലക്ട്രോൺ പുറത്തേക്ക് വരികയും ചെയ്യും. ബാക്കി എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റിയിട്ട് ഇലക്ട്രോൺ ഓടും. പറഞ്ഞ കാര്യം മനസ്സിലായി? ശരി, വെരി ഗുഡ്. ഒന്നും കൂടെ പറയാം. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ടോളൂ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഇതിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി, ഓടിപ്പിക്കണ്ട, ജസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട എനർജി അത് എത്രയായിരിക്കും? ഇവിടുത്തെ എനർജിയോട് ഈക്വൽ ആയിരിക്കും, 100 ആയിരിക്കും. ദാറ്റ് മിനിമം എനർജി റിക്വയർഡ് ടു ടേക്ക് എൻ ഇലക്ട്രോൺ ഔട്ട്സൈഡ് ദ മെറ്റൽ സർഫസ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ജസ്റ്റ് ഔട്ട്സൈഡ് ദ മെറ്റൽ സർഫസ്. ശരി, മനസ്സിലായി. ഓക്കെ. സോ മിനിമം ഫ്രീക്വൻസി, മിനിമം എനർജി മനസ്സിലായി? ഓക്കെ, എങ്കിലും ഇതൊക്കെ മാറ്റം എഴുതിയെടുക്കണം. എഴുതിയിട്ടില്ലെങ്കിൽ പുറകിലേക്ക് പോയി എഴുതിയെടുക്കൂ. എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതെൻ്റെ ഉറപ്പാണ്. ശരി, സോ പുറകിലേക്ക് പോകൂ, മനസ്സിലാക്കൂ. സോ ഇക്വേഷൻ മനസ്സിലായി. ആൻഡ് ദിസ് ഇക്വേഷൻ ഇത് തന്നെയാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി? ഓക്കെ, എങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കൂടെ എഴുതാം. അതായത് നമുക്കൊരു കാര്യം അറിയാം. ഫ്രീക്വൻസി ഈക്വൽ ടു V/λ. കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ലൈറ്റിൻ്റെ കേസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? C ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് C/λ. സോ F ഈക്വൽ ടു C/λ. അതിനെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു HF-ന് വരെ എന്ത് ചെയ്താം? C/λ മൈനസ് HF0-ന് വരെ എങ്ങനെ ചെയ്താം? C/λ0. ശരി, മനസ്സിലായി? ഞാൻ കൂടുതൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കൺഫ്യൂഷൻ ആയാലോ. കൃത്യമായിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കി പോകും. മനസ്സിലായി? ഇത് രണ്ടെന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനുകളാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയതാണ്. ഫോട്ടോൻ്റെ എനർജി എന്തായിരുന്നു? ഫോട്ടോൻ്റെ എനർജി HF ആണ്. HF-ന് എങ്ങനെ എഴുതാം? HC/λ എന്ന് എഴുതാം. ഓക്കെ, HC എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റൻ്റ് ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡിവിഷൻ ബൈ λ. ഓക്കെ, സോ ഈ മുകളിലത്തെ ടൈമിനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 1240/λ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും ഇലക്ട്രോൺ വോൾട്ടാണ് എന്ത്? ഫോട്ടോണിൻ്റെ എനർജി. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കാം. ഫോട്ടോണിൻ്റെ എനർജി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്ലൂ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഈ ഇക്വേഷനിൽ ബ്ലൂ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഇട്ട് കൊടുക്കുക. ഇത് നാനോമീറ്ററിലായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തിലായിരിക്കും? ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. ഇനി ഇത് ഗ്രീൻ ലൈറ്റ് ആണെങ്കിലോ? ഗ്രീൻ ലൈറ്റിലെ ഫോട്ടോണിൻ്റെ എനർജി ചോദിച്ചെന്ന് വിചാരിക്കും. എന്ത് ചെയ്യുക? ഇതേ ഇക്വേഷനിൽ
ലാംഡയുടെ പ്ലേസിൽ ഗ്രീൻ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഇട്ട് കൊടുക്കുക, നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് ഇട്ട് കൊടുക്കുക. കിട്ടുന്ന ഉത്തരം ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. മനസ്സിലായി? ഫോട്ടോൻ്റെ എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള വേറൊരു ഇക്വേഷനും കൂടിയാണിത്. ഓക്കെ, മനസ്സിലായി? ഓക്കെ, വെരി ഗുഡ്. മായ്ക്കാം. ഓക്കെ, വെരി ഗുഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വിട്ടുപോയതാണ്. ശരി, ഓക്കെ ഓക്കെ. സോ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുഞ്ഞു കാര്യമുണ്ടോ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ? ഓക്കെ, കുഞ്ഞു കാര്യം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്. മനസ്സിലായി? എങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫിന് വരയ്ക്കാം. ഈ ഒരു ഇക്വേഷൻ ഇതാ ഇങ്ങോട്ടേക്ക് എഴുതാണ്. കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു HF മൈനസ് HF നോട്ട്. ഇതെന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അതെ, y ഈക്വൽ ടു mx പ്ലസ് c. m എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ്. എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആരുള്ളത്? h ആണുള്ളത്. ദെൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി, ദെൻ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ HF നോട്ട്, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ കൈനറ്റിക് എനർജി. സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ അല്ലേ? വൈ ആക്സിസിൽ ആരാ എടുക്കുന്നത്? കൈനറ്റിക് എനർജി. എക്സിൻ്റെ പ്ലേസിൽ ആരാ? ഫ്രീക്വൻസി. ഇനി ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ. ഓക്കെ ഓക്കെ. ഇതാ സി ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കഷ്ണം. അയ്യോ, സി ഇൻ്റർസെപ്റ്റ് അല്ല കേട്ടോ. സി എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഇൻ്റർസെപ്റ്റ്. ഈ ഒരു കഷ്ണത്തിനാണ് എന്ത് പറയുക? വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. ഓക്കെ, ശ്രദ്ധിക്ക്. ഒരു പക്ഷേ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഈ ഗ്രാഫ് എങ്ങനെയായേനെ? മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേനെ. ഇതായിരുന്നു തന്നെ വൈ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇവിടെ മൈനസ് ആണ്. ഇവിടെ ആക്ച്വലി ഇക്വേഷൻ മൈനസ് ആണ്, അതുകൊണ്ടാണ് ഗ്രാഫ് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ ഓക്കെ. സോ ഈ ഒരു കേസിൽ ഇതാണ് എന്ത്? വൈ ഇൻ്റർസെപ്റ്റ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസിൽ സി എന്ന് പറഞ്ഞാൽ എന്താണ്? HF നോട്ട്. ഈ ഒരു കഷ്ണമാണ്. ഈ കഷ്ണമാണ് എന്ത്? HF നോട്ട്. ശ്രദ്ധിക്കൂ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫിനെ അനലൈസ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി എവിടെയാ? ഇവിടെയാണ്. ഇവിടെ. ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി എവിടെയാ? ഇവിടെയാണ്. ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി എവിടെയാ? ഇവിടെയാണ്. ഈ കൈനറ്റിക് എനർജികളൊക്കെ എന്താണ്? നെഗറ്റീവാണ്. ഈ കൈനറ്റിക് എനർജികളൊക്കെ എന്താണ്? നെഗറ്റീവാണ്. വീണ്ടും ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി എവിടെയാണ്? ഇവിടെ. അതും നെഗറ്റീവാണ്. ഇനി ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി എവിടെയാണ്? ഇവിടെ. 0. ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി 0. അതായത് ഈ ഫ്രീക്വൻസി കൊടുത്തപ്പോഴേ ഇലക്ട്രോൺസ് ജസ്റ്റ് പുറത്തേക്ക് വന്നു. ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇതിന് മുമ്പുള്ള ഫ്രീക്വൻസികൾ കൊടുത്തപ്പോഴോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി നെഗറ്റീവാണ്. അതായത് ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നിട്ടില്ല. ഇതൊക്കെ ഇമാജിനറി ഭാഗങ്ങളാണ്. ഓക്കെ, ഇതുവരെയുള്ള ഫ്രീക്വൻസികളിൽ ഇലക്ട്രോൺ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജി നെഗറ്റീവ്. കൈനറ്റിക് എനർജി നെഗറ്റീവ് മീൻസ് ഇലക്ട്രോൺസ് ഇപ്പോഴും മെറ്റൽ സർഫസിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി 0. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ജസ്റ്റ് പുറത്തേക്ക് വന്നു. വീണ്ടും ഫ്രീക്വൻസി കൂട്ടുന്നു, കൈനറ്റിക് എനർജി എന്തായി? പോസിറ്റീവായി. ഫ്രീക്വൻസി കൂട്ടി കൈനറ്റിക് എനർജി കൂടി വരുന്നു. അതായത് ഇലക്ട്രോൺ പുറത്തേക്ക് വന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഓടിക്കൊണ്ടിരിക്കുന്നു. കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കുന്നു. ഗ്രാഫ് മനസ്സിലായി? ഓക്കെ, ഇനി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്രാഫിലെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു കഷ്ണം വൈ ഇൻ്റർസെപ്റ്റ്. ഈ ഗ്രാഫിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ്, ഈ ഒരു ടൈം ഇതാരാണ്? വർക്ക് ഫംഗ്ഷൻ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി, എന്നിട്ട് വർക്ക് ഫംഗ്ഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് എഴുതി വെച്ചാൽ മതി. ഈ ലെങ്ത് ആണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. ഗ്രാഫ് മനസ്സിലായി? വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് വർക്ക് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈ ഇൻ്റർസെപ്റ്റ്, ഈ ലെങ്ത് എത്രയാണെന്ന് എഴുതി വെക്കുക. ത്രെഷോൾഡ് ഫ്രീക്വൻസി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിലെ വാല്യൂ എത്രയാണെന്ന് എഴുതി വെക്കുക. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി? സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ 2 നല്ല IIT ജാം പ്രോബ്ലംസ് ചെയ്യാം. മനസ്സിലായി? എങ്കിൽ ഇത് മാറ്റാം. ഓക്കെ സാർ, ശരി, ഓക്കെ, ഇതൊക്കെ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോവാം. മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാവും. കംപ്ലീറ്റ് കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ശരി.
സോ ഒരു പ്രീവിയസ് ഇയർ IIT ജാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് due to a light radiation of 248 nanometer and 310 nanometer is 2:1 respectively. The work function of the metal is 4 ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യണം. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി? ശ്രദ്ധിക്കാം. എന്താ, ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റിലേക്ക് ആദ്യം ഒരു 248 നാനോമീറ്റർ ഉള്ള ലൈറ്റ് വന്ന് വീണു. സോ അതിന് എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ആയി. ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V1 ആണെന്ന് വിചാരിക്കൂ. ഇനി ഇതേ മെറ്റൽ പ്ലേറ്റിലേക്ക്, സെയിം മെറ്റൽ പ്ലേറ്റിലേക്ക് വേറൊരു ലൈറ്റ് റേഡിയേഷൻ എത്രയാണ്? 310 നാനോമീറ്റർ ഉള്ള ലൈറ്റ് റേഡിയേഷൻ വന്ന് വീണു. അപ്പോഴും ഇലക്ട്രോൺ ഇജക്റ്റ് ആയി. സോ ഇതിൻ്റെ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കൂ, വേറെ വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. V1/V2 = 2/1 തന്നിട്ടുണ്ട്. എങ്കിൽ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇതിലെ വർക്ക് ഫംഗ്ഷൻ ഫൈ എത്രയായിരിക്കും? രണ്ടിനെയും വർക്ക് ഫംഗ്ഷൻ സെയിം ആയിരിക്കും. സെയിം മെറ്റൽ ആണല്ലോ, മെറ്റൽ സെയിം ആണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതുന്നു. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ? കൈനറ്റിക് എനർജി = എനർജി ഗിവൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ ആദ്യത്തെ കേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം. കൈനറ്റിക് എനർജി ആദ്യത്തെ കേസിൽ 12mv1², വെലോസിറ്റി V1 അല്ലേ, 12mv1². ഓക്കെ, = എനർജി ഗിവൺ എത്രയാണ്? ഇടിച്ച ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. സോ എനർജി എന്തായിരിക്കും? എനർജിക്കൽ ഇക്വേഷൻ hc/λ. വേവ് ലെങ്ത് ആണെങ്കിൽ hc/λ മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഒന്നുകൂടെ വൃത്തിയിൽ ഇത് എഴുതാലും ഇങ്ങനെ 12mv1² = hcയുടെ വാല്യൂ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിനിടയ്ക്ക്. hcയുടെ വാല്യൂ 1240 എന്ന് എഴുതാം. ഡിവിഷൻ ബൈ ലാംഡ തന്നിട്ടുണ്ട് 248. ഇത് നാനോമീറ്ററിലാണെങ്കിലേ 1240 എന്ന് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നാനോമീറ്ററിലാണ്. സോ 1240/248 എന്ന് എഴുതാം, -5. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ആദ്യത്തെ മെറ്റലിൻ്റെ കേസ്. ഓക്കെ, ഈ രണ്ടാമത്തെ ഈ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാലോ, രണ്ടും സെയിം മെറ്റലാണ്. ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേസിൽ എങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാം? കൈനറ്റിക് എനർജി 12mv2², വെലോസിറ്റി V2 = വീണ്ടും hc/λ 1240 ഇവിടുത്തെ ലൈറ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എത്രയാ? 310 -5 ആണ്. ആൻഡ് ദിസ് വിൽ ബി അവർ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് 5 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 ഡിവിഷൻ ബൈ ഇക്വേഷൻ 2 ചെയ്യൂ. ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. എന്ത് സംഭവിക്കും? 12m ക്യാൻസൽസ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എന്ത് കിട്ടും? V1²/V2² അല്ലേ? ഇവിടെ എഴുതാം V1²/V2² എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇപ്പുറത്താരുള്ളത് ഇങ്ങോട്ടേക്ക് എഴുതാം. 1240/248 -5 ഡിവിഷൻ ബൈ ഇപ്പുറത്ത് ഇതിൻ്റെ താഴെയുള്ളത് വീണ്ടും 1240/310 -5 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടും. ശരി, ഇനി V1²/V2², V1/V2 2/1 ആണ്. സോ ദിസ് വിൽ ബിക്കം 4 എന്ന് കിട്ടും അല്ലേ, 4/1 എന്ന് കിട്ടും. ഓക്കെ, = ഇനി ഈ ഒരു ഭാഗം ചെയ്യണം, 1240/248. ഇതിനെ ഡിവൈഡ് ചെയ്യണം. ചെയ്ത് നോക്കൂ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം 5 - 5. ഈ ടൈം 5 ആണ്. ഓക്കെ, ഡിവിഷൻ ബൈ 1240/310. ഓക്കെ, ദിസ് വിൽ ബിക്കം 4 എന്ന് കിട്ടും. ഓക്കെ, ഈ ടൈം 4 എന്ന് കിട്ടും. സോ ദിസ് വിൽ ബിക്കം 4 - 5. 5 കണ്ടുപിടിക്കണം. 4 - 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരൂ. സോ ദിസ് വിൽ ബിക്കം 4 × 4 16 - 4 5 എന്ന് കിട്ടും. 16 - 4 5 = 16 - 4 5 = 5 - 5 എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്യണം. 5യുടെ വാല്യൂ കണ്ടുപിടിക്കണം. എവിടെ എഴുതും? ഇത് മായ്ക്കാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് എഴുതാം. സോ -4 5 അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതെന്തായി മാറുന്നു? 3 5 ആയി മാറുന്നു. = 5 ഇങ്ങോട്ടേക്ക് വരുന്നു, 11 എന്ന് കിട്ടുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് 5 = 11/3. 11/3 ദിസ് ഈസ് ഈക്വൽ ടു 3.66 സംതിങ് എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 66. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി
3.7 ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഇതാ കിടക്കുന്ന ഓപ്ഷൻ. ഓക്കെ, സോ ദിസ് വിൽ ബി അവർ ആൻസർ. വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 3.7. മനസ്സിലായി. ഓക്കെ. നിങ്ങൾ എഴുതിയെടുക്കും. നിങ്ങൾ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. വേറൊരു IIT ജാം, പ്രീവിയസ് ഇയർ IIT ജാമിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്യാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അതിനിടയ്ക്ക് ഇത്തിരി ഇങ്ക് ഒഴിക്കട്ടെ. ഇങ്ക് കഴിഞ്ഞു പോയി. ഇതിൽ ഇങ്കില്ല. വേറെ ഇങ്ക് ഒഴിക്കട്ടെ. ഓക്കെ, ഇതാ വേറൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതാ ശ്രദ്ധിച്ചോളൂ. വർക്ക് ഫങ്ഷൻ ഓഫ് എ metal is 4.0 electron volt. Find the wavelength of a light that can just cause ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, ഒരു മെറ്റൽ പ്ലേറ്റിൻ്റെ വർക്ക് ഫങ്ഷൻ തന്നിട്ടുണ്ട് 4 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന്. ഓക്കെ, സോ ഇതിലേക്ക് ഒരു ലൈറ്റ് റേഡിയേഷൻ ഇടിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നു. അത് ഇലക്ട്രോൺ ജസ്റ്റ് പുറത്തേക്ക് വരുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫോർമുല? നമുക്കറിയാം. എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എനർജി E=hc/λ. ഓക്കെ, സോ നോക്ക്. സോ ഫോട്ടോണിൻ്റെ എനർജി E=hc/λ. ഓക്കെ, സോ ഈ എനർജി എന്തിനോട് ഈക്വൽ ആവണം? വർക്ക് ഫംഗ്ഷനോട് ഈക്വൽ ആവണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? ജസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുക. ഇലക്ട്രോൺ ജസ്റ്റ് പുറത്തേക്ക് വരിക. യെസ് ഓർ നോ? യെസ്. സോ ദിസ് E=hc യുടെ വാല്യൂ 1240 ബൈ ലാംഡ. ഓക്കെ, സോ ഈയുടെ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 5 ഈക്വൽ ആയിരിക്കണം. അപ്പോഴല്ല ജസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുക. സോ ഐ ക്യാൻ റൈറ്റ് 4.0 is equal to 1240 by lambda, or lambda is equal to 1240 by 4. And this is equal to 3110 nanometer. Okay, മനസ്സിലായി. ഓക്കെ, നിങ്ങൾ എഴുതിയെടുക്കൂ. ശരി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ അടുത്ത സെക്ഷനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് അടുത്തത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. സോ വീണ്ടും കാണാം.